ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എവിടെയാ ഇല്ല വെച്ചാല് നമ്മളെ പാറൂസിന്റെ അടുത്താ ഇല്ലിടാ. ഞാൻ അമ്മമ്മ അടുത്ത് വന്നിട്ടാ ഇല്ല്. പിന്നെ ഇന്ന് നമുക്ക് കാരപ്പത്തിന് ഓർഡർ ഉണ്ടായിനി. അപ്പം അത് ഞാനും ലോകൂട്ടനും കൂടി ലോകു സ്കൂളിട്ട് വന്നിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് തന്നെ മൊബൈൽ കൊണ്ടുപോകാനാണ്. അത് കൊണ്ടുകൊടുക്കാൻ പോകുമ്പം അപ്രതീക്ഷിതമായിട്ട് അമ്മമ്മനെ റോഡുമ്പോ കണ്ട്. അപ്പൊ അമ്മമ്മ പറഞ്ഞു ഇന്ന് ലേഗൂസ് ഇടിയാ നിക്കുന്നത്. ഇന്നലെ അമ്മ നിക്കണെന്ന് വെച്ചിട്ട് രാവിലെ പണിക്ക് പോകുമ്പോ എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിനി. പക്ഷെ പെട്ടെന്നാണ് അവര് ഓർഡറിന് അപ്പത്തിന് വിളിച്ചിട്ടുണ്ടായിനി. അപ്പൊ അതാക്കി കൊടുക്കുന്നതുകൊണ്ട് അമ്മ ഇന്നലെ അങ്ങോട്ടേക്ക് തന്നെ വന്നു. എന്നിട്ടാകുമ്പോ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അമ്മ വരണ അത്രേ പണിക്ക് പോയിട്ടായില്ലേ. സമയം ഇപ്പൊ ഒരു 6:35 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മേനെല്ലാം കണ്ട് അമ്മമ്മേരെപ്പെല്ലാം കുറച്ച് സമയം ചെലവഴിച്ചിട്ട് രാത്രിക്ക് പോവാന്ന്. അങ്ങനെ ഞാൻ ഓർഡർ കൊണ്ടു കൊടുത്തിട്ട് വരുമ്പോ അമ്മമ്മേരെ അടുത്ത് വന്നിട്ടാ ഇല്ല കേട്ടാ. ലോകൂട്ടനും ഉണ്ട്. ലോകൂട്ടൻ്റെ ഒപ്പം കളിക്കാൻ ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഓൻ്റെ സ്കൂളിൽ ഇല്ല കുട്ടികളെല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് അതെ. അപ്പോൾ നിങ്ങൾക്ക് അമ്മമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കിന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക്, ഇന്നത്തെ രാത്രിയത്തെ കുറച്ച് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ആയിക്കോട്ടെ, നല്ലത്. പാറൂസേ. അപ്പൊ നമുക്ക് വേഗം ചിക്കൻ കറിയാക്കാൻ അമ്മേളം വരുമ്പോഴത്തേനും വേഗം റെഡിയാക്കാട്ടാ. ചപ്പാത്തിയും വാങ്ങിയിട്ടുണ്ടാവും അമ്മ പാക്കറ്റ്. അമ്മമ്മ അപ്പത്തേന് ചോറടുപ്പത്താക്കിയിട്ടുണ്ട്. കാണിച്ചരാ. അമ്മമ്മ ചോറടുപ്പത്താക്കിയിട്ടുണ്ട്. താളും കിഴങ്ങെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. എന്താ താളും കിഴങ്ങെല്ലാം നല്ല പൊടി പൊടിയാക്കിയിട്ടുണ്ട് കേട്ടാ. അതിന് പറ്റിയ കറി തന്നെയല്ലോ അമ്മ. പീസാക്കിയ തന്നെ വേണമെങ്കിൽ അമ്മേന്റെ ഇഷ്ടം പോലെ ചെയ്തു. അപ്പൊ നമുക്ക് അമ്മമ്മേന്റെ സ്പെഷ്യൽ എങ്ങനെ ആക്കുന്ന അമ്മ? വറുത്തരച്ചിട്ടാക്കുന്ന തേങ്ങയിലാവുമ്പോ ചെറിയ വെച്ചിട്ടുണ്ട് കേട്ടാ. ഭയങ്കര സ്പീഡ് തന്നെ. ചിക്കനെല്ലാം കഴുകിയിട്ട് അമ്മമ്മ മഞ്ഞളും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ 1 കിലോ ഇറച്ചിയായില്ലത്. അതിന് ആവശ്യമില്ല മുളക് പൊടി. അമ്മമ്മേൻ്റെ എല്ലാം സ്പീഡാണ്. എനിക്ക് കുരുമുളക് പൊടി. അമ്മമ്മ ഈ ചോന്ന സാധനത്തിന് നമ്മെന്ന് പറയല് ഇപ്പിട്ടെ പറങ്കിപ്പൊടി. നമ്മയുടെ പറങ്കിപ്പൊടി എന്ന് പറയല് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 സ്പൂൺ. അമ്മമ്മ ഇവിടെ തന്നെ പൊടിച്ചാണ് കേട്ടാ. അമ്മമ്മ തന്നെ ഇവിടെ തന്നെ കുരുമുളക് ഉണ്ട് അമ്മമ്മക്ക്. ഇനി എന്നാ ഇടണ്ട അമ്മ? ഉള്ളിയും പച്ചമുളകെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ഉള്ളിയും 4 പച്ചമുളകും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നുകൊണ്ട് അമ്മമ്മ അറിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇല്ല സാധനം വെച്ചിട്ട് അതിനെ കൊണ്ട് ഒപ്പിക്കുന്നു കേട്ടാ. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ മസാല പാക്കറ്റ് ഉണ്ട്, അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് അമ്മമ്മ പറയുന്നത് കേട്ടാ. എല്ലാം അമ്മമ്മേൻ്റെ രീതിയിലാണ് വെക്കുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മേൻ്റെ ചിക്കൻ കറി. അമ്മമ്മ വലിയ പീസ് ഉണ്ടെങ്കിൽ മുറിച്ചോ അമ്മ? കുറച്ച് 2-3 മുറിച്ചിനല്ലേ. എന്നാലും ഓരോന്നല്ല വലിയ പീസ് ഉണ്ട് അത്ര. അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ അടുപ്പത്ത് വെക്കാം. വിറകടുപ്പിൽ നല്ല നാടൻ സ്റ്റൈലാണ് നമ്മൾ കുക്ക് ചെയ്ത്. അല്ലെങ്കിൽ നമ്മ എല്ലാം നാടൻ സ്റ്റൈലിന് ഉണ്ടാക്കലല്ലോ അമ്മ. അപ്പൊ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടാ. എന്തര വേണ്ടാവും അമ്മ തേങ്ങ വറുക്കുമ്പോ? അത്രേ വേണ്ടു കേട്ടോ. അമ്മമ്മേന്റെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, പക്ഷെ ടേസ്റ്റ് അപാരായിരിക്കും. വെളിച്ചെണ്ണ മാത്രം കുറച്ച് കൂടുതലുണ്ടാവും. നെയ്യില് അമ്മേന്റെ ചിക്കൻ കറി പ്രധാനാണ്. അമ്മമ്മ ഉണ്ടാക്കുന്ന പോലെ നമ്മ എത്ര ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് കിട്ടൂല. അത് വേറെ കാര്യം. അങ്ങനെ പറയുന്നതാണ്. അതൊന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പെല്ലാം ബാവനും എല്ലാം വന്നു കഴിഞ്ഞാല് അമ്മേന്റെ ചിക്കൻ കറി കൂട്ടാനാ നമ്മ വരല്. വീട്ടിൽ വന്നാലും നമ്മ ഉണ്ടാക്കി കൊടുക്കലേ. അമ്മമ്മേന്റെ കിട്ടണമെങ്കിൽ അമ്മമ്മേന്റെ അടുത്ത് തന്നെ. വിറകടുപ്പ് നാകുമ്പോ എത്ര പെട്ടെന്ന് ആവുന്നല്ലോ അമ്മ. ഞാൻ ജീരകം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആയി കേട്ടാ നമ്മളെ തേങ്ങ വറുത്തത്.
വെളിച്ചെണ്ണ, ജീരകം, തേങ്ങ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളൂ. ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ചിക്കൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ തന്നെ വെള്ളം വരൂല അമ്മ? അമ്മ ഈ കുപ്പിയിലാണ് കേട്ടോ വെള്ളം സ്റ്റോക്ക് ആക്കി വെക്കല്. കുക്കിംഗ് ആവശ്യത്തിന്റെ വെള്ളം. അമ്മക്ക് ഇവിടെ തന്നെ പുറത്ത് തന്നെ പൈപ്പ് ഉണ്ട്. ഇതാ അവിടെ തന്നെ പൈപ്പ് ഉണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. വിറകെടുത്തിട്ട് തരണോ അമ്മ? വെളുത്തുള്ളി, തക്കാളി അല്ലെങ്കിലും അമ്മന്റെ ചിക്കൻ കറിയിൽ ചേർക്കൽ കുറവാണ്. ഇനി ഉണ്ടായിട്ടാ അമ്മമ്മ ഞാൻ വിളിച്ചിട്ടുമില്ല അമ്മേനെ. അമ്മമ്മ സാധാരണ ചിക്കൻ കറി ആക്കുമ്പോൾ എല്ലാം അരവെല്ലാം പെരക്കി ഉള്ളി തക്കാളി എല്ലാം തക്കാളി അമ്മമ്മ സ്വതവേ ഇടയില്ല അല്ലേ? എല്ലാം പെരക്കിയിട്ട് അങ്ങനെ അടുപ്പത്തൊക്കെ അല്ല വഴറ്റിയിട്ട് ഇടല. എങ്ങനെയും വെക്കും. ഒരു സാധനം ഇല്ലെങ്കിൽ അങ്ങനെയും ഇല്ലാണ്ടും വെക്കും. എങ്ങനെയായാലും നമുക്ക് ചിക്കൻ കറി ആവണല്ലോ അമ്മ, അത്രേ ഉണ്ട്. നമ്മളെ മസാലപ്പൊടി ഇടാൻ മറക്കണ്ട കേട്ടോ. അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് തേങ്ങയെല്ലാം കൂട്ടിയതിന് ശേഷം ഇടാനാ? അറിയുണ്ട്. ഇടാ. അപ്പൊ ടോർച്ച് അടിച്ചിട്ട് നമ്മ പോകുന്നത് കരിയാമ്പില പറിക്കാൻ. കറിവേപ്പില കുഞ്ഞു കഥ. അതെ വീട്ടിലിഷ്ടം പോലെ ഉണ്ടാവും അമ്മ. അമ്മക്ക് പിന്നെ അധികം ആവശ്യമില്ലല്ലോ കുറെ കരിയാമ്പില അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ. ഒരാൾ അങ്ങന്ന് ബസ് ഇറങ്ങിയിട്ട് വരുന്നുണ്ട് തോന്നുന്നു. ഒച്ചേക്കുന്നുണ്ടാവും. ഞാൻ ഇടിയില്ല, അറിയില്ല. ഞാൻ പറഞ്ഞിട്ടാ. അല്ല ഞാൻ പിന്നെ ഇന്നലെ അമ്മ പിന്നെ ഒരുപാട് വൈകിട്ടേ വീട്ടിലേക്ക് വരാൻ വേണ്ടിച്ച് ഇന്നലെ ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണമെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിട്ടേ പലരും കഴിച്ചിട്ട് രാത്രിയുള്ള അമ്മ വന്നിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നിൽക്കുന്നൊന്നും ഉണ്ടാവില്ല അയച്ചിന്. ഉച്ചക്ക് ഞാൻ വിളിച്ചിനി കൊണ്ടു കൊടുക്കാൻ പോകുന്ന പിന്നെ വല്ല പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മ അന്നേരം നിൽക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിട്ടാ. നിങ്ങിപ്പോ റോഡ് പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ അമ്മേനെ കണ്ടിട്ട് നിർത്തിയിട്ടേ അന്നേരം അമ്മ പറഞ്ഞുതരാ. ഞാൻ അറിഞ്ഞ അമ്മ ഇന്ന് നിൽക്കുന്നുണ്ട്. രാവിലെ അമ്മ ഞാനാണെങ്കിൽ പിള്ളേരെല്ലാം സ്കൂൾ പോകുന്ന തിരക്കിൽ അമ്മ പണിക്ക് പോകുന്ന തിരക്കിൽ അങ്ങനെല്ലാം ആകുമ്പോൾ കാണുന്നില്ലല്ലോ രാവിലെ. അമ്മ അപ്പുറല്ലേ. മിക്കവാറും എൻ്റെ ചെരുപ്പ് കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടാ നിങ്ങൾ ഉച്ചക്ക് വിളിച്ചിട്ടുണ്ടായിട്ടേ. എന്നാലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ല അമ്മരത്തി ഇന്ന് നിക്കുന്നെന്ന്. ഞാൻ കാരപ്പം കൊടുക്കാൻ വേണ്ടിട്ട് ലോകൂട്ടൻ സ്കൂളിൽ വന്നതിന് ശേഷമാണ് കൊണ്ടു കൊടുക്കാൻ പോയിനെ. അപ്പൊ ഇതിലേ പോകുമ്പോണ്ട് അമ്മമ്മ പീടിയെ പോയിട്ട് വരുന്നു. റോഡും ഉണ്ടായിന്. ഞാൻ അമ്മമ്മ എന്താ പുട്ടുപൊടിയെല്ലാം മേടിച്ചിട്ട് പോകുന്നത്. അമ്മമ്മ സാധാരണ കിഴങ്ങെല്ലാം മുങ്ങിയിട്ടാണ് കഴിക്കല്. നിന്റെ അമ്മ നിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞേ നിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇതാ പണിക്ക് പോയിട്ട് എത്തിയിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നേതായാലും പോകണ്ടല്ലോ എനിക്ക് ലൈബ്രറിയിൽ. അപ്പൊ തിരിച്ചു വരുമ്പോ ലോകൂട്ടനുണ്ട് അവിടെ പിള്ളേർപ്പുറം കളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ട് മോൻ്റെപ്പുറം വീട്ടിലെ കുഞ്ഞളപ്പുറം അമ്മേദേവിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങളെപ്പുറം കുറച്ച് സമയം ഇരുന്നിട്ട് ഞാൻ മെല്ലെ പോവാ. നിങ്ങൾ അമ്മമ്മയുടെ നിന്നോ. അനിയണ്ണ വീട്ടിലുണ്ട്. ഞാൻ അനിയണ്ണോട് വിളിച്ചു പറഞ്ഞു ഞാൻ കുറച്ച് എഴുതിട്ട് വരും. ഞാൻ വരുമ്പോ ചിക്കൻ മേടിച്ച് അമ്മമ്മേന്റെ സ്പെഷ്യൽ ചിക്കൻ കറി ആക്കുന്നുണ്ട് നമ്മ. ഞാൻ മേടിച്ചേ വരുമ്പോ കാങ്കോന്ന് മേടിച്ചിന്. അമ്മമ്മക്ക് വേണ്ടിയിട്ട് മേടിച്ച് കുക്കിംഗ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. വാ അമ്മമ്മേന്റെ സ്പെഷ്യൽ ചിക്കൻ കറി. അതാ അമ്മമാരെ സ്പെഷ്യൽ ചിക്കൻ കറി നീ പോവാ.
ഒരു ചപ്പാത്തി അമ്മമ്മ എന്തെങ്കിലും അല്ല ചപ്പാത്തി ഞാൻ പാക്കറ്റ് വാങ്ങിയാണ് ചിലപ്പോൾ ചിക്കൻ കറി കൂട്ടി തന്നാൽ നിങ്ങൾ വേണ്ട അപ്പോൾ അമ്മമ്മ ചോറാക്കിയിട്ടുണ്ട്, താളം കിഴങ്ങ് ആക്കിയിട്ടുണ്ട്. അമ്മമ്മ സൂപ്പറാണ്. എന്താ താളം കിഴങ്ങ് നല്ല പൊടി പൊടിയാക്കി. പച്ചവെള്ളം കുടിക്കണ്ട, എൻ്റെ ചോമ പറയും. അതില് ഉണ്ടാവും ചൂടുവെള്ളം. പ്യാൽപ്പൊടിയാ നിങ്ങ പറഞ്ഞിന് ഞാനോട് നിക്കുന്നുണ്ട് മാക്സി എടുക്കാൻ. അടിച്ചിനോന്നാ ചായ. നല്ല മുത്തിട്ടാണ് നല്ല ഉപ്മാവെല്ലാം പോലെ ആക്കിനല്ലേ അമ്മമ്മ താളം കിഴങ്ങ്. അമ്മ എപ്പോഴും പണി കഴിഞ്ഞിട്ട് വന്നാലും അല്ലെങ്കിൽ സ്ഥിരം ഇവിടെ വന്ന് അമ്മമ്മേന്റെ വക ഒരു ചായ എല്ലാം ഉണ്ട്, അതെല്ലാം കുടിച്ചിട്ടേ വരുള്ളൂ കേട്ടോ വീട്ടിലേക്ക്. അമ്മമ്മ എല്ലാം കൂട്ടാൻ വരും ആരെങ്കിലും, അച്ഛനോ അനിയത്തിയോ എന്താ പറസേ ശരിയല്ലേ. ചായ കുടിക്കാണ്ടാറ്റ ഒരു ദിവസം ഇവിടെ കേറാണ്ട് പോയിനെങ്കിൽ പിന്നെ ചൊടിയായിരിക്കും. പിന്നെ ആരാണക്കില്ല ചോദിക്കാൻ. ചായ എടുക്കറോ അമ്മ? ബാ തേങ്ങ കൂട്ടലായാ? ആ തേങ്ങ വറുത്തരച്ചിട്ട് അമ്മമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി. അതിൽ കുറച്ച് സാധനം ഇല്ല, മല്ലിയില്ല, ഇഞ്ചിയില്ല, തക്കാളിന് അമ്മ ഇടയില്ലല്ലോ. ഞാൻ മേണിക്കുന്ന അമ്മയോട് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ മസാലപ്പൊടി മേണിച്ചിന്, ചിക്കൻ മസാല പാക്കറ്റ്. കറി കടലയും കായി കൂട്ടുകറി. ഞങ്ങൾക്ക് കറിയൊന്നും വേണ്ടാവും. ചിക്കൻ മസാല അതെല്ലാം ഉണ്ടാവൂലേ? ചിക്കൻ മസാലയില് പിന്നെ അമ്മമ്മ ചിക്കൻ മസാല ഓൾറെഡി ഇവിടെ വാങ്ങി വെക്കയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല മേടിച്ചിട്ടുണ്ടായിന്. പിന്നെ പെട്ടെന്ന് നമ്മളെ തട്ടിക്കൂട്ടി ചിക്കൻ കറി അല്ലേ, എങ്ങനെ വെച്ചാലും അമ്മേന്റെ ചിക്കൻ കറി അടിപൊളിയാണ് അല്ലേ. അതൊരു ടേസ്റ്റ് പറയാം. കുരുമുളകെല്ലാം മുമ്പിൽ നിൽക്കും, നല്ലൊരു ടേസ്റ്റ് പറയാം. അമ്മ വാ, നിങ്ങൾക്ക് എന്താ കിഴങ്ങെടുക്കാത്തെ? വേണ്ട, തിന്നില്ലെങ്കിൽ തിന്നണ്ട. ഇപ്പൊ തിന്നാ പിന്നെ രാത്രി ഒന്നും തിന്നൂല. അപ്പൊ നമ്മ ചായ കുടിക്കട്ടെ. താഴെ ടേസ്റ്റ് ചെയ്യും. കറി കുറച്ച് ഒഴിച്ച് നോക്കാം. കടലയും കായും. അമ്മ കുറച്ചും കൂടി കിഴങ്ങ് എടുത്ത ഇത്ര വേണ്ട, കൊച്ചാവുമ്പോ ടേസ്റ്റ്. ലോകുവാ, ലോകൂട്ടം വന്നൂട്ടാ. എന്നാടാ താളം കിഴങ്ങ് അമ്മേനെ ടോർച്ച് നിർത്തിട്ട് അടിച്ച് കളയല്ലേ. ഓനെ ടോർച്ച് കാണുമ്പോ വേറെ ഒരു ഇഷ്ടാണ്. അച്ഛന്റെ ടോർച്ചായാലും അടിച്ചു നടക്കല്. ലോകുസേ കളിച്ചിട്ട് നോക്കാറാ, നേരത്തെ കുളിച്ചു. മതിയാ? കയ്യിലുണ്ട്. വാ എടെ പോയിന് ഇത്ര നേരം. വേണ്ട അമ്മ, ഇന്ന് കൊടുക്കാം. ഇത് മതി, ഇത് മതി അമ്മ. ഈന്ന് കൊടുക്കാം അമ്മ, ഇത് മതി. ഇതെല്ലാം എനിക്ക് വേണ്ട. നല്ല ഇതാ ഈ അമ്മമ്മേന്റെ കറിയെല്ലാം ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. വാ എന്തേ അവിടെ നിന്ന് തിന്നിന് കളിക്കാൻ പോയിരുന്നു. ആരെല്ലാം ഉണ്ടായിന് കളിക്കാൻ? അമ്മ ഇതേ ഉണ്ടായിട്ട് അപ്പൊ ചിക്കനെല്ലാം വെള്ളം വറ്റി കുറുകി വന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കട്ടെ അമ്മ ചിക്കൻ തേങ്ങയും കൂട്ടിയിട്ട. അപ്പൊ ഇതാ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം വെള്ളം വെള്ളമല്ലേ ഇനി ഇത് മസാല ഇടണ്ടേ? ഉപ്പരുണ്ടാ? വേണ്ട, നോക്കിയത് തിളക്കണം വാങ്ങിയിട്ട് എന്ന് വറുത്തിട്ടുണ്ട്.
അമ്മ ചിക്കൻ കറിയിൽ കടുക് വറുത്തിടണ്ട് കേട്ടാ. കടുക് വറുക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും. ഉള്ളി വറുത്തിടാ, കടുക് വറുത്തിടാ. ഇതാ മമ്മീന്റെ ചിക്കൻ കറി കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇതാ നമ്മ ലാസ്റ്റ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ പോകുന്നേ. അമ്മ വേണ്ടെന്ന് ഇട്ടോ അമ്മ. കുറച്ചേ ഇല്ലോ അതില്. ആയി. അപ്പൊ നമ്മളാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ. ചിക്കൻ കറി ചപ്പാത്തി ഒന്ന് ചൂടാക്കേണ്ടി വരും പാക്കറ്റ്. പപ്പടം കാട്ടണ്ട. കടുകും വറുത്തിട്ടിട്ടുണ്ട് കേട്ടാ. അമ്മമ്മ കടലയും കായും കറിയുണ്ട്, ചിക്കനും ഉണ്ട്. ഇനി പപ്പടം ഒന്നും വാട്ടണ്ടാവും. ആഹാ അടിപൊളി ചിക്കൻ കറി. കാണുമ്പോൾ ഇപ്പൊ കഴിക്കാൻ പോകുന്നു. അമ്മക്ക് കണ്ടുകൊണ്ട് ഇത് വീഡിയോയിൽ എടുത്തിട്ട് ഇപ്പഴൊന്നും ചാവൂല. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയെങ്കിൽ ആദ്യം കുറച്ച് കോരിയിട്ട് നമ്മ പടിഞ്ഞാറ്റകത്ത് കൊണ്ടക്കൂട്ടാ. അല്ല അമ്മ നാരങ്ങ മുട്ടായി. അതിനോ പറഞ്ഞ പണ്ടേത്തെ മുട്ടായി. അയ്യോ ചപ്പാത്തി ചൂടാക്കാൻ അട വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ചൂടാക്കാം. അമ്മ പോയി കുളിച്ചിട്ട് വന്നു. ചപ്പാത്തിയും കൂടി റെഡിയാക്കി എടുത്താൽ നമ്മളെ പരിപാടിയല്ലേ. ചിക്കൻ കറി ആയി. അതാകുമ്പോ കുളിച്ചിട്ട് പോയിട്ടല്ലേ അമ്മ കുളിച്ചിട്ട് വന്നാ. ഇത് പകുതി കുക്കായിട്ടുണ്ടാവും, ഹാഫ് കുക്കായിട്ടുണ്ടാവും. ബാക്കി നമ്മ ആക്കല് അതിലിട്ട് ചൂടാക്കി കൊണ്ടുപോകും. ഞാൻ വാങ്ങിയില്ലേ ഒരു പാക്കറ്റ് എത്ര വെച്ചാ? 60. എത്ര ഉണ്ടാവില്ലേ? 10 ഉണ്ടാവും തോന്നുന്നു. നമുക്ക് ചുട്ടിട്ടെണ്ണ 1 2 3 4 5 6 7 8 എന്ത് തോന്നും മറിച്ച് 10. ഇടാൻ വേണ്ടി വേറെ പ്ലേറ്റ് എടുക്കാം. ഇതല്ലേ വെച്ചിട്ടുണ്ട്. അന്നേരം ഒരു ചപ്പാത്തിക്ക് എത്ര പൈസ ആവുന്നില്ലല്ലോ. അത്രയൊന്നും ആവില്ല. ഇപ്പൊ ഹോട്ടലിൽ ഇപ്പൊ ആരും ചൂട് തരുന്നത് പാക്കറ്റ് മേടിച്ചിട്ട് ആൾക്കാർ വരുമ്പോ ചൂടാക്കി കൊടുക്കലേ. അപ്പം വന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കടായി. എല്ലാം പ്രിപ്പയർ ആയിട്ടാണ് വന്നിനല്ലേ എടുത്തിട്ട്. ഇന്നലെ ഇവിടെ വന്നിട്ട് അത് ഇറക്കിയിട്ടതാണ് ഇവിടെ പൊടിച്ചിട്ട് അത് മാറ്റിപ്പോ. ഇനിയിപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. ലോകൂട്ടൻ തിന്നല്ല കേട്ടാ. എങ്ങനെയുണ്ട് നമ്മളെ പാറൂസിന്റെ ചിക്കൻ കറി? ലല്ലൂഷേ എന്താ ചപ്പാത്തി തിന്നീ? ലല്ലൂഷ് നമ്മളെ വീഡിയോ കാണുമ്പോ ലേഖമ്മ ലിജിയമ്മ എന്നെല്ലാം പറയലു. വീഡിയോ നോക്കണോട്ടാ, നീ ഉണ്ടാവുമല്ലോ കേട്ടാ. നമ്മളെ പാറോമ്മന്റെ മോന്റെ മോനാന്ന് കേട്ടാ ലല്ലു. ലല്ലൂസ് പേരക്കുട്ടീന്റെ മോൻ. ലല്ലു ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ഇത്രയേരം ഒരേ കളിയാണ്ടായിട്ട് നമ്മളെപ്പോ ഇപ്പൊ ഒരു നാണക്കടാകുന്നല്ലേ ലല്ലു? നാണക്കടാകുന്നുണ്ടോ?
നമുക്ക് ചപ്പാത്തി എടുക്കാം അല്ലേ നീ? ലല്ലു ഞാൻ ഇതാ പൂച്ചേ എന്നാ മോളെ നല്ല മോനാന്നിപ്പാ. ടീച്ചറേ അപ്പോ നമ്മ ചോറ് കഴിക്കലായി. അപ്പം വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അമ്മേന്റെ കടലയും കൈയും കറി. ചോറ് വേണം ചോറ് വേണം ചേനയും കൂടി ഉണ്ടെങ്കിൽ കൂട്ടറിയല്ലേ. കേട്ടാ? ചോറ് കഴിക്കലായി. ലല്ലു വാ തിന്നാലോ വാ. ഓടി വാ ലല്ലു. ചോറ് വേണോ? ചോറ് വേണോ ലല്ലുവിന്? ചപ്പാത്തി വേണ്ടേ അപ്പൊ? വേണ്ടേ? അത് ലിജമ്മ തിന്നുവേ. തിന്നട്ടാ. കള്ള. എന്നാ, എന്നാ. അപ്പൊ നമ്മ ചപ്പാത്തി തിന്നലായി. അമ്മ ചോറാന്ന് കേട്ടോ അടുത്തിന്. എനിക്ക് രാത്രി ചപ്പാത്തി അത്ര ഇഷ്ടമല്ല. ഞാൻ ഇനി ചപ്പാത്തിയാ തിന്നമ്മ. ഞാൻ ഗൂഗിൾ ജെമിനി ഇല്ലേ, ഗൂഗിൾ ജെമിനി അതിനോട് ചോദിച്ചിനി എന്താ ഡയറ്റ് പ്ലാൻ. രാത്രി 8 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ രാത്രി ചോറിന് പകരം ചപ്പാത്തി 2 എണ്ണം കഴിച്ചാൽ മതി. എന്നാ കുറച്ച് വെയിറ്റ് പറയും. എന്നാൽ തന്നെ കുറച്ച് വെയിറ്റ് പറയുന്നു. രാത്രി നേരത്തെ ഞാൻ ഭക്ഷണം അധികം കഴിക്കില്ല. അന്നേരം ഞാൻ വിചാരിച്ചിനി പാട് ചെയ്തിട്ട് കഴിക്കുന്നതായിട്ടാണ് നമുക്ക് അങ്ങനെ. എന്തേ ചമക്കുന്നുണ്ടാ? അപ്പൊ ഇതാ അമ്മേന്റെ ചിക്കൻ കറി നമുക്ക് ടേസ്റ്റ് നോക്കാലോ. അമ്മ വാമമ്മ ഇരിക്ക്. ചിക്കൻ നല്ല വറുത്തരച്ച ചിക്കൻ കറി, നല്ല ഗ്രേവിയെല്ലാം ഉണ്ടമ്മ. അമ്മമ്മ എങ്ങനെ വെച്ചാലും അടിപൊളി ടേസ്റ്റ് ആവുമ്മ. സൂപ്പറായിരുന്നു. അമ്മേനൊന്ന് സ്പെഷ്യല് ഇന്നലത്തെ മീൻ പൊരിച്ചത് വറ്റിച്ചത് വറ്റിച്ച് നല്ല ഡ്രൈ ഫ്രൈ പോലാക്കി കേട്ടോ. പാരറ്റില് അമ്മമ്മേന്റെ സ്പെഷ്യല്. പോട്ടെന്നല്ലേ വാലേക്കൂസ് നമുക്ക് പോവാലോ. വാ അമ്മേ. നാളെ വരാം. ഒരാഴ്ച നിന്നിട്ട് വന്നാ മതി. എന്നാലും അമ്മമ്മേനെ ഒരാഴ്ച നിക്കാൻ കഴിയില്ല ചെയ്യും. നാളെ അതില്ലേ അതെ നാളെ കൂട്ടണ്ടേ. അപ്പോ നമ്മ ചോറെല്ലാം കഴിച്ചു. ഞാൻ ചപ്പാത്തി തിന്നു, അമ്മ ചോറ് കഴിച്ചു. അമ്മമ്മ അമ്മമ്മ ചപ്പാത്തി, ഞാൻ ചപ്പാത്തി തിന്നു, അത്തിയെല്ലാം ചോറ് കഴിച്ചു. എന്റെ മക്കൾ വന്നു, ഓളെ മക്കൾ വന്നു, എല്ലാരും വന്നു. 2 മണി തിന്നു പോയി. ഇവരും പോലായി. ഞാനും അമ്മമ്മയോട് അച്ഛൻ വന്നിട്ടുണ്ടായിനി. ലോകൂട്ടൻ അച്ഛന്റെ പരം പോയി കേട്ടാ കഴിച്ചിട്ട്. അപ്പൊ ഞാനും പോവാൻ വേണ്ടി നിക്കേന്ന്. അമ്മ ഇന്നിവിടെ നിക്കേന്ന് കേട്ടാ. അമ്മക്ക് ഒരു കൂട്ടായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ലു. അമ്മേന്റെ ചിക്കൻ കറി സൂപ്പറായിട്ടേ. മല്ലിപ്പൊടി ഒന്നും ഇട്ടില്ല. അമ്മേറ്റാന്ന് അങ്ങനെ ആക്കിയില്ലെങ്കിലേ ഒന്നിനും കൊള്ളൂല. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അടിപൊളി ടേസ്റ്റ് തന്നെ, അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഇഷ്ടമാണ് അമ്മേന്റെ ചിക്കൻ കറി. അപ്പൊ നമുക്കിനി ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതെ, അമ്മ ഇവിടുന്ന് നാളെ രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരും. എന്നിട്ട് അമ്മ നാളെ വീട്ടിലേക്ക് വരില്ലേ. അപ്പോ രാത്രി ഇപ്പം 9 മണി 9:30 ആവാനായി. ഇപ്പൊ നമ്മ പോലായി. അനിയത്തിയും ഉണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ വന്നെയാന്ന്. അങ്ങനെ എല്ലാരും കൂടി ഒന്നിച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് നല്ല സന്തോഷത്തോടെ. ഞാൻ ഇന്നലെ അമ്മ നിക്കുന്നു പറഞ്ഞിട്ട് വന്നേലപ്പാ. പിന്നെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ വീട്ടിലേക്ക് തന്നെ വന്ന് അതാക്കി കൊടുക്കണ്ടേ. അപ്പൊ ഇന്ന് നിക്കുന്നത് ഞാൻ എനിക്ക് ഓർത്തിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചേ ഇല്ല. അമ്മേനെ കണ്ടരാ അമ്മ പറഞ്ഞേ. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഏതായാലും എവിടെയും പോകാനൊന്നും ഇല്ല, ഫ്രീ ആണ്. അപ്പൊ എല്ലാവർക്കും കൂടി കൊസം കൂടെ കൂടിയിട്ട് രാത്രി ആകുമ്പോൾ ഞാൻ പോവാന്നെല്ലാം വിചാരിച്ചത്. അപ്പൊ എല്ലാരും വന്നു സന്തോഷത്തോടെ കുറച്ചു നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച്. അപ്പൊ നമ്മ പോലായി. നിങ്ങൾക്ക് 2 ഗുഡ് നൈറ്റ് കേട്ടാ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. അല്ല അമ്മ. അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും
ഹായ് ബൈ. പോവാ. അമ്മമ്മ എന്നെ കൊണ്ടാക്കാൻ വരുന്നുണ്ട് കേട്ടോ റോഡ് മേലേക്ക്. ടോർച്ച് മുമ്പിലിടുന്നു. എല്ലാവരും റോഡുമ്പോൾ കൊണ്ടാക്കും. പകലായാലും രാത്രിയായാലും കൊണ്ടാക്കും. അപ്പൊ ലേഗൂസേ ടാറ്റാ ബൈ ബൈ സി യു. രാത്രി യാത്രയില്ല. ആയിക്കോട്ടെ. വാ. അമ്മക്ക് ഉറക്കം വരലായി, ആവിയലിടലായി.